സാറന്മാരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്ന് എന്നെ രക്ഷപ്പെടുത്തണം. ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വന്ന് എന്നെ പൊക്കും. താൻ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിയതാണോ? അതെങ്ങനെ മനസ്സിലായി? കണ്ടാൽ അറിയില്ലേ? അയ്യോ, ഞാൻ ഭ്രാന്തനല്ല. ഇങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു കിടന്നാൽ ഞാൻ മുഴു ഭ്രാന്തനായി പോകും. നിനക്ക് എന്ത് പണിയാ? എന്ത് പണി വേണേലും ചെയ്യാം. പാവം, വീട്ടിലൊരു വാച്ച്മാനെ നിർത്തണമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നാലും മതി, ഞാൻ കാല് പിടിക്കാം സാർ. നമുക്ക് നല്ല ഒറിജിനൽ കൂർക്ക കിട്ടും. ഇവന്റെ ഭാവം രൂപം മുഖമൊന്നും ഒരു കൂർക്കയ്ക്ക് ചേർന്നല്ല. എന്റെ മുഖം കൂർക്കയ്ക്ക് പറ്റിയതാണ് സാർ. സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നവരെ എനിക്ക് ജീവിക്കണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. സാബ് साहब, अरे लोगों बाहर आ जाओ। इस देश और घर को रक्षा करने के लिए राम सिंह गुरखा आया है। जबलपुर, जयपुर, जामशेदपुर, कोलालमपुर, करीपुर, राज कपूर, शशि कपूर, अनिल कपूर आदि शहरों में चोर लुटेरे हत्यारों को मारकर राष्ट्रपति से विशिष्ट सेवा पदक प्राप्त करके अंत में इस शहर में पहुंचा हूँ। सब लूटा की होश में। ये तो क्या किया। नमस्कार साहब। नमस्कार। इधर काम के लिए जगह काली है, ये जानकर मैं नेपाल से आया हूँ। ജോലിക്ക് വേണ്ടി വന്നാണെന്ന് ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. मैं नेपाल वाला राम सिंह हूँ. ഞങ്ങൾ ഗൂർഖകൾക്ക് ഒരേ ഛായ. തനിക്ക് മലയാളം പറയുന്നു. थोड़ा थोड़ा मालूम. एक मलयाली नायर के एक नेपाली लड़की ഉണ്ടായതാണ് ഞാൻ. मगर अभ्यास में अव्वल नस्ल का हूँ. खिलाड़ियों का खिलाड़ियों हूँ मैं. देख लो सब. 1 2 3 4 5 6 7 8 9 10. अरे फोन ഇതൊക്കെ ചെയ്യാനുള്ള ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ല. मैं राम सिंह गुरखा हूँ. मेनन सर, കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. चोरों को एक ही नजर में मुझे जानता हूँ. എന്താ ഈ പറഞ്ഞേ? കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു. എന്താ താൻ കള്ളനാണെന്ന ഇയാള് വീണ്ടും പറയുന്നത്? ഓർമ്മക്കുറവുകൊണ്ട് കുറെ രൂപയുടെ കണക്ക് എഴുതാൻ മറന്നു കഴിച്ചാൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ട് മിടുക്കനാണ് തോന്നുന്നു. അപ്പോയിന്റ് ചെയ്തേക്കൂ. ശുക്രിയ സാബ്. ഹലോ ശങ്കർജി, ഞാൻ ഡൽഹിന്നാ. രമേശ് നമ്പ്യാരുടെ അച്ഛൻ എമ്മൻ നമ്പ്യാർ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ശങ്കർജി, നമ്മളന്ന് നേരിൽ കണ്ടപ്പോൾ മകൻ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവനിന്ന് അമേരിക്കയിൽ നിന്ന് എത്തി. എന്റെ മകന്റെ അടുത്ത് ഞാൻ കൊടുക്കാം. ഹായ് അങ്കിൾ, ഹൗ ആർ യു? മിസ്റ്റർ രമേശ് നമ്പ്യാർ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുച്ച് നഹീ സാബ്. തന്നോടല്ലോ ഒന്ന് പോയോ? ഞാനല്ലാതെ വേറെ ഏത് രമേശ് നമ്പ്യാർ? ഓ, രാം സിംഗ്. രാം സിംഗ്. നോ നോ നോ, ഹോട്ടൽസ് ഒന്നും വേണ്ട, ബുദ്ധിമുട്ടല്ലേ. ഐ വിൽ സ്റ്റേ ഇൻ യുവർ ഹൗസ്. ഗുഡ്. എയർപോർട്ടിൽ എന്റെ മാനേജർ മേനൻ റിസീവ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ശരി. ഇവിടെ മേനെ സാർ, വരുന്ന 7-ാം തീയതി രാവിലെ രമേശ് നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് വരുന്നു. താൻ പോയി റിസീവ് ചെയ്യണം. അവിടെ വെടി പൊട്ടി, ഇനി ഒരു പൊടി പോലും കിട്ടില്ല. ആലിബാബ അവിടെ അവനെ തട്ടി, മണിവർണ്ണൻ ഇവിടെ ഇവളെ കെട്ടു. അച്ഛാ, ठहरो ठहरो ठहरो. आपका नाम क्या है? രമേശ് നമ്പ്യാർ. ക്വാളിഫിക്കേഷൻ MBA. എന്റെ അതേ ക്വാളിഫിക്കേഷൻ. ഇയാളാണോ ജനറൽ മാനേജർ? ഐ ആം രമേശ്. ഏത് രമേശ്? എന്ത് രമേശ്? രമേശ് നമ്പ്യാർ MBA. ഓ, രമേശ് നമ്പ്യാർ MBA. സാറേ, രമേശ് നമ്പ്യാർ എത്തി. 5 ലക്ഷം പോയോ ഭഗവാനെ. ഇവനെന്തോ ഒരു കള്ളനെ പോലെ പതിഞ്ഞ് പതിഞ്ഞ് നോക്കണ. ഒരൊറ്റ ഓട്ട പോലും ശരീരത്തിലില്ല. നമസ്കാരം. അല്ല, ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എയർപോർട്ടിൽ വെച്ചിട്ട് വല്ല ഇന്ത്യക്കാരന്മാരും വന്ന് അടിയോ ഇടിയോ വെട്ടിയോ കുത്തോ ചവിട്ടോ എന്തൊക്കെ ഉണ്ടായി? ഓ, പാലിബാബയെ വരുത്ത ഇവന്മാരാണല്ലേ? ഉണ്ടായി. ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതും ഒരു വെടിയുണ്ടതാ ഇങ്ങനെ നേരെ ഇവിടം വരെ വന്നു. ഞാൻ ഫേസ് മാറ്റിക്കളഞ്ഞ അതങ്ങ് ചീറ്റി പോയി. ചീറ്റിയത് വെടിയുണ്ടല്ല, 5 ലക്ഷം.
5 ലക്ഷം അത് ഈ അതെ ഈ കണ്ണപ്പള്ളിയിൽ ചന്തു പറഞ്ഞില്ലേ ആലിപ്പഴം പെറുക്കാം പീലിക്കൂടെ നിവർത്താം ആ പാട്ട് പിന്നെ ഭയങ്കര ഇഷ്ടം. അതല്ല ആ പാട്ട് പാടാം. ആലിപ്പഴം നിവർക്കാം പീലിക്കൂടെ നിവർത്താം ആലിപ്പഴം പെറുക്കാം, പീലിക്കൂടെ നിവർത്താം. ഇവന്മാര് പാരയായിട്ട് വരും. ആലിപ്പഴം ഞാൻ പെറുപ്പിക്കാൻ കേട്ടാ. ഹലോ 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 ഹലോ, ഐ ആം രമേശ് നമ്പ്യാർ MBA. ഐ എം ശങ്കരൻ നായർ. റിസീവ് ചെയ്യാൻ ഞാൻ മാനേജറെ എയർപോർട്ടിലേക്ക് അയച്ചിരുന്നു. ആളൊരു മറവിക്കാരനാ, അതുകൊണ്ട് ഒരു അല്പം ലേറ്റ് ആയി. അതേതായാലും നന്നായി, അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ്. അതെന്താ? എന്നെ കണ്ടുപിടിക്കാൻ പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ ഞാനും കൂടെ ശ്രമിച്ച് മൊത്തത്തിൽ അതൊരു ഗുലുഗുലു തീക്താൻ കഴിച്ച അനുഭവമായനെ. നല്ല ഹ്യൂമർ സെൻസ്. ബൈ ദ ബൈ മിസ്റ്റർ രമേശ്, നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. നൗ ഐ എം ഹാപ്പി. യു ആർ വെരി സ്മാർട്ട്. താങ്ക് യു അങ്കിൾ. മോളെന്തിയടോ? മോൾക്ക് കാണാന്ന് പറയാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഇങ്ങനെയാ. മോളെ സൂര്യേ, മോളിങ്ങോട്ട് വന്നേ. അവളൊരു ഇത്തിരി മൂഡ് ഓഫില്ല. ഞാൻ അവളെ പരിചയപ്പെടുത്താം. വരൂ. വേണ്ട അങ്കിൾ, ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് പരിചയപ്പെട്ടോളാം, അതല്ലേ നല്ലത്. ദാറ്റ്സ് ഗുഡ്. ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ് ഫോർ ഹർ. എവിടാ മുറി? മോളിലാ. ഓക്കേ, ഐ വിൽ മാനേജ്. അവളെങ്ങാനും അങ്ങനെ വല്ലതും പറഞ്ഞെങ്കിൽ തന്നെ ആ കാര്യം താൻ ഇവിടെ എഴുന്നള്ളിക്കാതെ ഒന്ന് मेरे अंगने में तुम्हारा नाम सूर्य है, सूर्य है. അത് ഇത് ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ. എന്താ? ഏയ് ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. അയ്യോ. എന്താ? പിടിക്കാൻ വന്നതാ. കള്ളനെ പിടിക്കാൻ വന്നതാ. എന്താ ഒരു ശബ്ദം കേട്ടത്? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ല, ശബ്ദം കേൾക്കും. വെറുതെ ഒരു അടി കിട്ടിയതാ. വെറുതെ ഒരു അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടുമോ? അതെ, വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി ഒരു അടി കിട്ടി. ഇപ്പൊ മനസ്സിലായി, വെറുതെയും അടി കിട്ടുമെന്ന്. ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. अरे भाई एक 420 दे दो. ഇവരാരാ? നമ്മുടെ ഈ പ്രദേശത്ത് ആലിബാബ എന്ന് പേരുള്ള ഹിന്ദി സംസാരിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ട് ആശാനെ? എന്തിനാ? ഇവര് ബോംബെന്ന് വന്നതാണ്. ഹിന്ദി സംസാരിക്കുന്ന ഒരാൾ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. അയാൾ ഇവർക്കൊന്ന് കാണണം. എന്താ കാര്യം? 10 लाख रुपया उसको देने का है. 10 ലക്ഷം രൂപയോ? ആട്ടെ, ആളെ കണ്ടറിയോ? അത് ഞാൻ ചോദിച്ചു. ഇവരുടെ നേതാവ് പറഞ്ഞിട്ടാ ഇവര് വന്നിട്ടുള്ളത്. ആളെ കണ്ടിട്ടില്ല, ഫോട്ടോയും കയ്യിലില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള മെസ്സേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആരെങ്കിലും വന്നാ പറഞ്ഞേക്കാം. അരെ ഭായ്, ഇधർ भी कोई नहीं. अच्छा ये ले लो. അരെ ഭായ്, ബാലൻസ്. ആളെ കണ്ടിട്ടില്ല, ഫോട്ടോയും കയ്യിലില്ല. ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും കിട്ടിയാൽ ഒരു കളി കളിക്കാം. അയ്യോ, ആട്ടോയുടെ കാശ് പിന്നെ തരാവടോ. കൈ കാശില്ല, ശമ്പളം കിട്ടട്ടെ. അതല്ലടോ, തനിക്കൊരു കോളുണ്ട്. ക്യാക്കോൾ? താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. തട്ടിപ്പ് വീരനോ? ഞാനോ? അപ്പൊ എന്നെ പറ്റി എല്ലാം മനസ്സിലായല്ലോ. പൊയ്ക്കോ, തന്റെ കോള് വേണ്ട. ഇനി കോളുമായിട്ട് വന്നാലുണ്ടല്ലോ ഞാൻ ഗോളടിക്കും, പറഞ്ഞേക്കാം. എന്നെ ഫുള്ളാക്കരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിയരുത്. ഹിന്ദി അറിയായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ 4 ഗോസായിമാര് വന്ന് താമസിക്കുന്നുണ്ട്. കുഴൽപ്പണക്കാരാണെന്ന് എന്റെ അറിവ്. അവർ ആലിബാബ എന്ന് പേരുള്ള ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. 10 ലക്ഷം? 10 ലക്ഷം. അവർ ആലിബാബയെ കണ്ടിട്ടേ ഇല്ല, ഒരു ഫോട്ടോ പോലും കയ്യിലില്ല. ഇപ്പൊ ആളെ തിരക്കി ഈ പ്രദേശത്ത് കറങ്ങിയടക്കിയ. താൻ മനസ്സ് വെച്ചാൽ 10 ലക്ഷം ഒറ്റയടിക്ക് തട്ടിയെടുക്കാം. എങ്ങനെ? താൻ ആലിബാബയായി ചെന്ന് പണം വാങ്ങണം. പകുതി എനിക്കും തരണം. 50-50. ഓക്കെ, 50-50. कौन है बे? बोलूंगा. उठो, इधर आइए. कौन है तुम? अली बाबा. तू है अली बाबा, बॉम्बे वाला अली बाबा. हाँ, मैं अली बाबा हूँ. तुम लोग ढूंढता हुआ है.
वही अली बाबा। साले बदमाश! नहीं तो मारो साले, मारो! मारो! मेरे भाई को मारो! मारो साले को! छोड़ना नहीं! നീ മയ്യത്തായടാ. കിട്ടിയോ? എന്റെ ബാധ്യത മുഴുവൻ കരവണ തെറ്റി. അങ്ങോട്ട് പോയാ മെന്റൽ, ഇങ്ങോട്ട് പോയാ ഡെന്റൽ. എന്താണ് ഒരു മാർഗം? ഇതുവഴി പോകാം. इधर क्या चोर? आओ! സാബ് അയ്യോ ഇതെന്ത് പറ്റി? സാർ ഈ വീടിന് പുറവശത്തുള്ള കിണർ കണ്ടിട്ടുണ്ടോ? ഇന്നലെ രാത്രി ഞാനത് കണ്ടില്ല. അയ്യോ അങ്ങ് പോയി. ഞാൻ കുച്ച് നഹീ ദേഖാ. അയ്യോ കഷ്ടമായി പോയി. എന്റെ ജീവിതം കാഷ്ടമായി പോയി. സാറിനെ മുതലാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു പറയാൻ വന്ന. അയ്യോ സോറി. നൊന്തോ? ഒന്നുമില്ല. ഓ ആ MBA കാരന്റെ പോക്ക് കണ്ടോ? ഈ MBA കാരന്റെ നിപ്പ് കണ്ടോ? അത് 11 വ്യാഴൻ. ഇത് കണ്ടക ശനി. കൊണ്ടേ പോവും. കുറവൻ കോണത് എവിടെയോ കണ്ടു മറന്ന മുഖം. ആപ്കാ നാം ക്യാ ഹൈ? എമ്മൻ നമ്പി. എന്റെ അച്ഛന്റെ അതേ പേര്. സാറിന് ഇതേ ഛായയിൽ ചെറുപ്പക്കാരായ മക്കളുണ്ടോ? ഇവിടെ എന്റെ ഒരു മകനുണ്ട്, രമേശ് നമ്പ്യ. കണ്ട എന്റെ മകനാണെന്ന് പറയില്ല. എന്റെ ഒരു ചായയില്ല. എന്റെ പെട്ടി അടിച്ചുകൊണ്ട് പോയവന്റെ അതേ ഛായ സാറിന്. പെട്ടിന്ന് കേട്ടപ്പോ സാറെന്താ പെട്ടെന്ന് ഞെട്ടിയത്? താൻ ഡൽഹിയിൽ വന്നിട്ടുണ്ടല്ലേ? അതെങ്ങനെ സാറിന് മനസ്സിലായി? ഡൽഹിയിൽ ഒരു പെട്ടി മോഷ്ടാവുണ്ട്. അവൻ പെട്ടി കണ്ടാ വിടില്ല. എന്നാൽ ഈ മുഖച്ഛായ തോന്നലായിരിക്കും. അയാളെ കണ്ടാലേ അറിയാം നല്ലൊരു തറവാട്ടി പറഞ്ഞവനാ. എന്നാലും ഒന്ന് എൻക്വയറി ചെയ്യുന്നത് നല്ലതാണ്. ഈ ചായ അല്ല ആ ഛായ, അത് മുഖച്ഛായ. എന്നാൽ ഈ ചായ അല്ലേ ഇങ്ങിതാ ഇരിക്കേടെ. AC റൂമിലിരുന്ന് വെറുതെ ഫയൽ ഒപ്പിട്ട് 10,000 ചില്ലുവാനും രൂപ സാലറി വാങ്ങേണ്ടവനാ ഞാൻ. ഊർക്കൊക്കെ എവിടെ നാടോ 10,000 രൂപ ശമ്പളം? ഞാനൊരു സത്യം പറയാം. പുറത്തു പറഞ്ഞാൽ ഈ ഉള്ള പണിയും കൂടെ പോവും. ഞാനൊരു MBA കാരനാണ് സാർ. MBA കാരനോ? തന്റെ പേരെന്താ? രമേശ് നമ്പ്യാർ. എന്റെ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ പെട്ടി ഏതോ ഒരു തെണ്ടി പട്ടി കശ്മലൻ മോഷ്ടിച്ചോണ്ട് പോയി. സാറിന്റെ ഈ മീശയും താടിയും ഒക്കെ വടിച്ചു കളഞ്ഞാൽ അതുപോലെ ഇരിക്കും ആ കള്ളൻ. ഇനി ഈ നരച്ച താടി മീശ മാറ്റണ പ്രശ്നമില്ല. സാറെന്താ ആലോചിക്കുന്നേ? അല്ല, തന്റെ ഒരേ ഗതികേട് ഓർത്തിട്ട്. वो देखो, पकड़ो उसे, पकड़ो! അയ്യോ ഇനിയും പോയില്ലേ അവിടുന്ന്? पकड़ो! Call the police! Call the police! मार दो उसको! ये माफ कीजिए. ये तुम्हारा कुर्का है? चलो. എന്തിനാണോ താനീ വലിയ കടാരം തൂക്കിട്ടോണ്ട് നടക്കണത്? എടുത്ത് വീശാനില്ലേ? എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവ. വെട്ടും കുത്തും നടത്തി യാതൊരു പരിചയം. അവനെന്തിനാ തന്നെ തല്ലിയത്? അത് തിരി കാശിന്റെ കഥയാ. ആ. സാറിന് പണത്തിനോട് ഒത്തിരി ആർത്തിയില്ലെങ്കിൽ ഞാൻ പറയാം. ഇവിടെ വെച്ച് വേണ്ട. സാറേ, കാലമാടന്മാര് കുഴൽപ്പണക്കാരാ. ആലിബാബ എന്ന് പേരുള്ള ഏതോ ഒരു ഹിന്ദിക്കാരനെ തിരക്കി എത്തിയവരാ. ആലിബാബയോ? അതെ, അവർക്ക് അയാളെ കണ്ടാൽ അറിയില്ല. കയ്യിലൊരു ഫോട്ടോ പോലും ഇല്ല. ആളെ നേരിട്ട് കണ്ട് 10 ലക്ഷം രൂപ ഏൽപ്പിക്കാനാണ് അവര് വന്നത്. അപ്പൊ ആ 10 ലക്ഷം കിട്ടുന്ന കരുതിയാണ് ആ ഹരിചന്ദ്രൻ ആലിബാബയായി വേഷം കെട്ടി അവിടെ ഇരിക്കണത്. സാർ സാർ എന്താ സാർ 10 ലക്ഷം എന്ന് കേട്ടപ്പോ ശ്വാസം പോയോ? ഒന്നുമില്ല. എന്നിട്ട് ആളെ അവര് കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ വെറുതെ ഒരു രസത്തിന് ആലിബാബയായിട്ട് വേഷം മാറി അവിടെ ചെന്നു. അവരെടുത്തിട്ട് പെരിക്കുകയും ചെയ്തു. എന്തിനാ പെരിക്കിയത്? ആ വെന്തിരാളന്മാർക്ക് ആലിബാബയെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് ഉണ്ടായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. അടി കിട്ടിയതോടെ ഞാനത് പഠിച്ച്. എന്ത് കോഡ്? അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ തും കോൻ ഹൈ എന്നവര് ചോദിക്കും. മേ ആലിബാബ ഹും എന്ന് മറുപടി പറയണം. അപ്പൊ അവര് ചെവുക്കുറ്റി നോക്കി ഒരെണ്ണം തരും. സാറ് കാര്യമായിട്ട് എടുക്കരുത്. തിരിച്ച് 2 എണ്ണം അങ്ങോട്ടും കൊടുക്കണം. അതോടെ കോഡ് തീരും. പിന്നെ എല്ലാം സാറിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഹലോ.
मानव है? मैं आली बाबा हूँ। आली बाबा मारो। रुक रुक रुक, तुम्हारा कोट ठीक है, ये लो मेरा कोट। अयो अयो, छोड़ेगा नहीं साले को, पकड़ो। आली बाबा ले जाता मारे, पकड़ो साले को। अयो 10 ലക്ഷം മേടിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. അയ്യോ 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 അയ്യോ, बदमाश, अयो पकड़ो, पकड़ो साले को। अयो അയക്ക് 10 ലക്ഷവും കിട്ടി, 19 അടി താഴ്ചയിലേക്കും പോയി. ആഴം കൂടുതലാണെങ്കിലും വെള്ളം കുറവാ, വയസ്സനായതുകൊണ്ട് ചത്തുപോയി കാണും. നമ്പ്യാര് സാറേ, എന്താ ഓ അനക്കമുണ്ട്. കിട്ടിയതിൽ പാതി എനിക്ക് തരില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്താം. ഇല്ല ഇല്ല, രക്ഷിക്കണേ. ആ, ഞാൻ ഈ കയറങ്ങോട്ടിട്ട് തരാം, മുറുകെ പിടിച്ചോണം. ആ. അയ്യോ ഓനെ കയറ് വേഗം ഇട്, വേഗം ഇട്. പിടിച്ചോ, അയ്യോ, പിടിച്ചിരുന്നോ. നോക്കി വലിക്ക്, നോക്കി വലിക്ക്. അയ്യോ എന്താ നിർത്തിയത്? ചുമക്കുക. താങ്ക് യു താങ്ക് യു. It's all right. നീയോ ഡൽഹിയിൽ വെച്ച് എന്റെ പെട്ടി അടിച്ചോണ്ട് പോയനല്ലേ നീ? അയ്യോ MBA കാരനായി എന്നെ നീ ഗൂർക്കയാക്കിയ തെണ്ടി, എന്റെ ജീവിതം കുളം തോണ്ടിയ പട്ടി. നീ രക്ഷപ്പെടണ്ടാ, നീ കിണറ്റിൽ തന്നെ കിടന്നോടാ. പോ, പോ. ശങ്കർജി, ഒരുത്തൻ ഇവിടെ ഊങ്കർജി. ഇനിയും കാത്തിരുന്നാൽ രമേശ് നമ്പ്യാരും സൂര്യമായുള്ള കല്യാണം നടക്കും. ഉടനൊരു വെടി പൊട്ടിയില്ലെങ്കിൽ അതും ഒരുണ്ടയിൽ. ഉണ്ടയുടെ എണ്ണമല്ല പ്രശ്നം, നിന്റെ കല്യാണമാണ്. അത് നടക്കണമെങ്കിൽ അവനെ തട്ടിയിരിക്കണം. ചോർ, ചോർ, കള്ളൻ, കള്ളൻ, ചതി. ഇന്ന് ഞാനെല്ലാം പൊളിച്ചെടുക്കും. ശങ്കർജി സാറേ, ഇവിടെ മൊത്തം കള്ളന്മാരാണ്, മുഴുവൻ കള്ളന്മാരാണ്, ചതിയന്മാര്. അവരുടെ ജീവനോട് കൂടി പിടിക്കാം. ചതി, ചീറ്റിംഗ്, ചീറ്റിംഗ്, വഞ്ചന. എടാ പട്ടി, പറയുന്നത് കേൾക്കടാ. എടാ നീ എല്ലാം കേട്ടെങ്കിൽ ആരോടും പറയരുത്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നും ഇവിടെ ഒരു അവിഞ്ഞ ഗൂർക്കയായിട്ട് കഴിയേണ്ടി വരും. എന്റെ ജീവിതം നായടക്കും. ഞാൻ പറയും പറയും പറയും. മേ ബോലുങ്ക ബോലുങ്ക ബോലുങ്ക. ശങ്കർജി എവിടാ? എടാന്നോ? ആ എടാ, പോടാ, പാടാ, പട്ടി, തെണ്ടി എന്നൊക്കെ ഇനി എനിക്ക് വിളിക്കാം. അതിനുള്ള സ്റ്റാറ്റസ് എനിക്കുണ്ടാ. ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെടാ, ഭ്രാന്ത് പിടിച്ചു. ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടുള്ള ഭ്രാന്ത്. വല്ലവന്റെ MBA സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് വന്ന് നിനക്ക് ഇവിടെ വിലസാമെന്ന് നീ കരുതിയോ? എടാ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാടാ ഈ MBA. യുനോ എടാ, നിനക്കൊക്കെ MBAയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? അറിയോ? പറ, അറിയോ? പറ. M മറ്റവന്റെ, B ബുക്ക്, A അടിച്ചു മാറ്റുക. MBA മറ്റവന്റെ ബുക്ക് അടിച്ചു മാറ്റുക. അത് അല്ലടാ MBA. താൻ എന്തൊക്കെ അനാവശ്യമായി പറയുന്നത്? എനിക്ക് കേൾക്കണോ? കേൾക്കണം. എന്റെ സർട്ടിഫിക്കറ്റുകൾ മോഷ്ടിച്ചെടുത്ത തന്റെ വാടക തന്തയുടെ തനി രൂപം, ഒറിജിനൽ ഫേസ് ഞാൻ ഇപ്പൊ കണ്ടു. ഈ വീടിന്റെ പുറകുവശത്തെ കിണറ്റി കിടപ്പുണ്ട്. തനിക്ക് വേണമെങ്കിൽ കോരി എടുത്ത് പുഴുങ്ങി തിന്നോ. ഡു യു നോ ഹു ഐ ആം നൗ? രമേശ് നമ്പ്യാർ, MBA. ശങ്കർജി സാബ് അവിടെ മുകളിലുണ്ട്. എല്ലാം കലങ്ങുന്ന ലക്ഷണമാ. എന്നാ ഞങ്ങൾ നാട്ടിലോട്ട് വലിഞ്ഞോട്ടെ. ശങ്കർജി, 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 ശങ്കർജി. ഈ ചാക്കിൽ കൊള്ളുവാനില്ല. ഇവരെന്തിനാ ഇയാൾ തൂക്കിയെടുത്തോണ്ട് പോകുന്നത്? ആ ചാക്ക് എന്തിന്? നമസ്കാരം. നമസ്കാരം. പോനെ തന്റെ വിഘ്നേശ് എന്തിയെ? ഹോട്ടലില്ല, അവിടെ ചെന്ന ശരിയാവില്ല. ഇവിടെ എന്നാ ജയിലിലാവും. പോനെ വിഘ്നേശയില്ലാതെ സൗണ്ട് മാത്രം അനുകരിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ ഗൂർക്ക അറിഞ്ഞില്ലേ? അയ്യോ, അയാൾ കൂർക്കല്ല, പിന്നെ അയാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അടിച്ചെടുത്തത്. അപ്പൊ അവനാണല്ലേ ഒറിജിനൽ രമേശ് നമ്പ്യാർ. ദേ, ശങ്കർ ജാഗത്ത് ഓഫീസ് റൂമിലുണ്ട്. താൻ എവിടെയെങ്കിലും പോയി ഒന്ന് ഒളിക്ക്. അയാളുടെ മുമ്പിൽ താൻ എന്റെ തന്തയാ. ഈ പ്രായത്തിലുള്ള ഒരു തന്ത എനിക്ക് മാച്ച് ആവില്ല. താൻ പോ, താൻ എവിടെയെങ്കിലും പോ. ഇയാളേതാ? ഞാനിവിടെ പുതിയതാ. ഇയാളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് അങ്കിൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇത് രാവിലെ ഞാൻ തോട്ടക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്താ. തോട്ടക്കാരുടെ റൂം അതാ. ചെല്ലു. ശരി മുതലാളി. തോട്ടക്കാരൻ എന്താ ഈ വേഷത്തിൽ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഇടാത്തതിന് ഞാൻ നല്ല ശരിക്ക് ഫയറിംഗ് കൊടുത്തു. പോയി യൂണിഫോം ഇട്. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹി വരെ പോവാ.
മുസൂറിയിലെ റിസോർട്ട് പ്രോജക്ട് ചർച്ച ചെയ്യാൻ. അതിനു മുൻപ് രമേശിന്റെ പപ്പയെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. എന്തോ എന്നെ വിളിച്ചോ? പപ്പ ഹോട്ടൽ റൂമിലില്ല. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഡിന്നർ പോയിരിക്കാന്ന് രാവിലെ ഫോൺ ഉണ്ടായിരുന്നു. റൈറ്റ്. ആ പപ്പ വരുമ്പോ പ്രത്യേകം പറയണം. കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തോളാം. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എത്തും. ഓക്കെ. വീക്കും മീശം കിട്ടുന്നവരെ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. ഇരിക്കാനൊരു സ്ഥലമില്ല. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലേ. ഇതെന്താ ജീവനോടെ ചാക്കിൽ കെട്ടി വെച്ചേക്കണത്? നീയോ താനോ? അയ്യോ ശങ്കർജി സാബ് ഒന്ന് നിൽക്കണേ. ശങ്കർജി സാബ്, ശങ്കർജി സാബ്. വിളിച്ചാ കേൾക്കാത്ത ഒരു സാബ്. ഇയാളെന്തും സാബ്. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. റൂമിൽ സൂര്യ മാഡം. എന്താ സൂര്യ മാഡം? അല്ല ഒന്ന് ബെഡ്റൂമിലേക്ക് വരേ. എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? ഞാൻ പറയുന്ന കേൾക്കും മാഡം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി എന്റെ ഭാവി സൂര്യയുടെ കൈകളിലാണ്. എനിക്കിത് മേനോൻജിയോട് പറയണം. എവിടെ മേനോൻജി? പോയില്ലോ. അയ്യോ എപ്പോ? താഴോട്ട് പോയി. താഴോട്ട് പോയെന്നാ? മേനോൻജി, മേനോൻജി, എന്താണ് കിടന്ന് അലർന്നത്? എടോ തനിക്ക് എന്നെ മനസ്സിലായോ? എടോന്നോ? അതെ എടോന്ന് തന്നെ. തനിക്ക് എന്നെ മനസ്സിലായോ? ആ മുഴു ഭ്രാന്തനായിരുന്നു ഈ കൂർക്ക. ഭ്രാന്തനല്ലാത്ത എന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയവനാണ് താൻ. ഇനി എന്റെ ഉഴവാണ്. ഞാനിവിടെ ഉഴുതു പറിക്കും. അന്നെ ഞാൻ ഇവിടുന്ന് കെട്ടുകിട്ടിക്കും. ഐ ആം രമേശ് നമ്പ്യാർ, MBA. ഇവിടെ ആരുമില്ലേ? വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും വിളിക്കണോ? എനിക്ക് എന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അതിനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും ഓടി വരണേ. എല്ലാവരും ഓടി വരണേ. പ്ലീസ് ഓടി വരൂ. ഐ ആം രമേശ് നമ്പ്യാർ, MBA, ക്വാളിഫൈഡ്, സുന്ദരൻ, അവിവാഹിതൻ, വിത്ത് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഐ ആം രമേശ് നമ്പ്യാർ, MBA. ഹലോ, മെന്റൽ ഹോസ്പിറ്റൽ അല്ലേ? ഇത് സൂര്യ ഗ്രൂപ്പിൽ നിന്ന് മാനാ. ആ പഴയ ഭ്രാന്തനോട് വന്നിട്ടുണ്ട്. വേഗം വരണം. വയലന്റ് ആയി നിൽക്കുക. ഇതിവിടെ കിടന്നാ ചീഞ്ഞു നാറും. അപ്പൊ ചത്തുന്ന് ഉറപ്പാണോ? ചത്താലും ചത്തില്ലെങ്കിൽ എവിടെ കൊണ്ട് കുഴിച്ചിടണം. അയ്യോ ഞാൻ ചത്തിട്ടില്ലേ? അയ്യോ ഇതെന്താ ഭ്രാന്താശുപത്രിയിൽ വേണ്ടി ഇവിടെ? ആ മേനോന് ഇളകിയോ? അച്ഛ ഒരു ബുദ്ധി. ഈ ലഗേജ് നമുക്ക് ആ വണ്ടി കയറ്റി വിട്ടാലോ? ഇപ്പോഴാണാടാ നീ എന്റെ മോനായത്. ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി. എന്റെ നല്ല സമയം തുടങ്ങി. നെല്ലും പതിരും ഉടനെ വേർതിരിയും. ആ ഫ്രണ്ട്സ് എല്ലാം സോൾവ് ആയി. അപ്പൊ ചാക്കിനകത്താരാ? ആരാണ് ചാക്കിനകത്ത്?